ഇന്നലെ രാത്രി കൺപീലിയോ മറ്റോ ആണെന്ന് തോന്നുന്നു എന്റെ ഇടത് കണ്ണിൽ വീണു. അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായി. ഇടത് കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരുമാതിരി കണ്ണിൽ ചോരയുള്ളവനാണെന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ പരക്കും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണിൽ ചോരയുള്ളവൻ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഈ കണ്ണ് ഞാൻ ഈ കണ്ണട കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നത്. കൂടുതലൊന്നുമില്ല, ഇത് പറയാനുമല്ല ഞാൻ വന്നത്. എനിക്ക് പറയാനുള്ളത്, ജാതിമത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു വർഗീയവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ 13 പേരാണ് നമ്മുടെ ഈ ചാനലിൽ നിന്ന് കൊഴിഞ്ഞു പോയത്. ഹൈന്ദവ നാമധാരികളുണ്ട്, ക്രൈസ്തവ നാമധാരികളും അതിലുണ്ട്. ഒരൊറ്റ മുസ്ലിം നാമധാരി പോലും പോയവരില്ല. കാരണം അവരൊക്കെ ഞാനൊരു വർഗീയവാദിയാണെന്ന് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഇടം വിട്ട് കളഞ്ഞിരുന്നു. ഇനി ഞാനൊരു വർഗീയവാദിയാണോ? അത് പറയാതെ എങ്ങനെ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുക? എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. അതായത് RSSനെ ഇന്നലെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പോങ്ങൻ സംസാരിച്ചത്. ഹിന്ദു കുടുംബങ്ങളെങ്കിലും RSSന്റെ സ്കൂളുകളിൽ കുട്ടികളെ വിട്ട് പഠിപ്പിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത് എന്റെ ഉള്ളിലെ ആ കടുത്ത വർഗീയവാദി കാരണമാണ് അങ്ങനെ ഒരു പറച്ചിൽ എന്നിൽ നിന്ന് സംഭവിച്ചതെന്നാണ് ഈ പിരിഞ്ഞു പോയവരുടെ ആരോപണം. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കുർബാന കൈക്കൊണ്ട് മതപുരോഹിതന്മാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മതശാസനകളെ മാനിച്ചുകൊണ്ട് നല്ലൊരു കുഞ്ഞാടായി ജീവിക്കുന്ന മനുഷ്യർ, അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയി 5 നേരവും നിസ്കരിച്ച് മതശാസനകളെ കൃത്യമായി മാനിച്ചുകൊണ്ട് ജീവിതം കഴിക്കുന്ന മനുഷ്യർ, ഇങ്ങനെയുള്ള വ്യക്തികൾ വല്ലപ്പോഴും മാത്രം ക്ഷേത്രത്തിൽ പോകുന്ന, ഹിന്ദുരാഷ്ട്രം വരയണമേ എന്ന് പ്രാർത്ഥിക്കാത്ത, ഹൈന്ദവ സംഘടനകളെ പോലും തക്കം കിട്ടിയാൽ വിമർശിക്കുന്ന, ഹൈന്ദവ നാമധാരിയാണോ എന്ന് നോക്കിക്കൊണ്ട് എങ്കിൽ പിന്നെ ഒരു അല്പം ഹിന്ദു ോടുകൂടി ഇവനെ സമീപിച്ച് കളയാമെന്ന് വിചാരിക്കാത്ത ഈ പോങ്ങൻ വർഗീയവാദി. ആർക്കാണ് വർഗീയവാദി? എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോയി പ്രാർത്ഥനകൾ കൂടുന്ന, മതശാസനകൾ അനുസരിക്കുന്ന, എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളിയിൽ പോയി 5 നേരവും നിസ്കരിക്കുന്ന മനുഷ്യരാണ് യാതൊരുവിധ മതചിന്തയും കൂടാതെ ഈ രാഷ്ട്രത്തെ പ്രതി മാത്രം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട്, സാമൂഹ്യ കാര്യങ്ങളിൽ മാത്രം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ നാവാടിക്കൊണ്ടിരിക്കുന്ന എന്നെ പിടിച്ച് വർഗീയവാദിയാക്കുന്നത്. ശരിയാണ്, RSSന് അനുകൂലമാകുന്ന നിലയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ, RSS പ്രതിനിധികൾ ആരും തന്നെ കാര്യമായി സോഷ്യൽ മീഡിയയിലൂടെ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ പൊതുവെ പറയാറില്ല. അവർക്ക് കൃത്യമായ ഒരു ആദർശമുണ്ട്, അവർക്കൊരു ആശയമുണ്ട്, അതിൽ അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. അവരതിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുമുണ്ട്. അവർ നവമാധ്യമങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ല്ല അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അഭിമാനം കൊണ്ട് നടക്കുന്നവർ, ഇതേ ഉള്ളൂ നമുക്ക് കാത്തു സൂക്ഷിക്കാനും സംരക്ഷിക്കാനുമുള്ള നമ്മുടെ സ്വത്തെന്നും വിചാരിക്കുന്നവർ തീർച്ചയായിട്ടും RSSനെ പിന്തുണയ്ക്കും. അതിന്റെ കാര്യം, ഇന്ന് പ്രവർത്തിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന RSS ആണ് എന്നുള്ള ബോധ്യം എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇനി RSSനകത്ത് പുഴുക്കുത്തുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലം അങ്ങനാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ സ്വാഭാവികമായിട്ടും മലയാളികളിൽ തന്നെ ഉള്ളവർ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ ആകുമല്ലോ RSSലും കാണുക. അപ്പൊ സ്വാഭാവികമായിട്ടും മലയാളികളിലുള്ള എല്ലാ തരം കുടിലതകളും ഒരുപക്ഷെ RSSനെയും സ്വാധീനിക്കാനുള്ള, അല്ലെങ്കിൽ RSSലേക്കും പടർന്നു കയറാനുള്ള സാധ്യതകളുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അത്തരം സംശയങ്ങൾ തോന്നുകയോ അത്തരം തോന്നലുകൾ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പങ്കിടാം. RSSന്റെ പോക്ക് ശരിയല്ല എന്ന് തോന്നുന്നു ണ്ടെങ്കിൽ അത് അഭിപ്രായമായി സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്ക് സംവിധാനങ്ങളുണ്ടല്ലോ, സാങ്കേതിക സാഹചര്യം അത് അനുവദിക്കുന്നുണ്ടല്ലോ. അത് ചെയ്താൽ മതിയല്ലോ, അല്ലേ? പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ RSS എന്ന് പറയുന്നത് BJPക്കാരാണ് എന്ന് പറയുന്ന ഒരു ധാരണ പൊതുവേ ഉണ്ട് എന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. BJPയിലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയിലോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല RSS എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം. നിങ്ങൾക്ക് ഒരു RSSകാരനെ കാണാൻ കഴിയില്ല കണ്ണുകൊണ്ട്. കാരണം അതൊരു മനോഭാവമാണ് RSS എന്ന് പറയുന്നത്. അത് ഈ രാഷ്ട്രത്തോടുള്ള കൂറാണ്. അത് ഹിന്ദുക്കളിൽ മാത്രമേ ഉള്ളൂ എന്ന് ആരാണ് പറയുന്നത്? നമുക്കറിയില്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യനിൽ എത്രത്തോളം RSSകാരനുണ്ട് എന്നുള്ളത്. അയാൾ ചിലപ്പോൾ ഒരു മുസൽമാനായിരിക്കാം, ചിലപ്പോൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഹിന്ദു ആയിരിക്കാം, ഇതൊന്നും ഇല്ലാത്തവനായിരിക്കാം. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു RSSകാരനുണ്ടാകുമായിരിക്കും. കാരണം അവൻ ആ രാഷ്ട്രത്തോടുള്ള കൂറുണ്ടെങ്കിൽ അവൻ RSSകാരനാണ്. ഈ ദേശത്തോട് നിങ്ങൾക്കൊരു സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ RSSകാരനാണ്. ഈ രാജ്യത്തെ അവനവന്റെ മണ്ണായിട്ട് കാണാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മുസൽമാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മുസൽമാൻ RSSകാരനാണ്. അങ്ങനെ കരുതുന്ന ക്രിസ്ത്യാനി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനി RSSകാരനാണ്. RSSകാർ കോൺഗ്രസിലുണ്ടാവാം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ടാവാം, മുസ്ലിം ലീഗിലുണ്ടാവാം, ഉണ്ടാവേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു സുഡാപ്പിക്ക് ഇത് സാധിക്കില്ലായിരിക്കാം, ഒരു RSSകാരനാവാൻ സാധിച്ചേക്കില്ല. കാരണം അവരുടെ ഒരു പ്രത്യയശാസ്ത്രം വേറൊന്നായതുകൊണ്ടാണ്. അവർ ഒരു മതരാഷ്ട്രത്തെ പ്രതിനിധീകരിക്കാൻ, അല്ലെങ്കിൽ ആ മതരാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന കൂട്ടരാണ്. അവർക്കൊരിക്കൽ പോലും RSS എന്ന് പറയുന്ന ഒരു സംഘടനയോട്, അല്ലെങ്കിൽ RSSത്വം അത് അവരുടെ ഉള്ളിൽ കണ്ടേക്കില്ല. മറ്റേത് സംഘടനയിലും RSSകാരുണ്ടാവാം.
RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയും പോലീസിൽ പച്ച വെളിച്ചം തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറയും. കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെയൊക്കെ കാലത്ത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പോലീസിൽ പച്ച വെളിച്ചമുണ്ട് എന്നുള്ളത്. അതുപോലെ ഏതെങ്കിലും ഒരു സേനയിലോ ഏതെങ്കിലും ഒരു ഇടത്തിലോ കാവി വെളിച്ചം തെളിക്കുന്നവരല്ല RSSകാർ എന്ന് പറയുന്ന ഒരു ബോധ്യം ഇനിയെങ്കിലും എന്നെ വിമർശിക്കാൻ വരുന്ന മനുഷ്യർക്കുണ്ടാവണം. RSSനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, RSSനെ നമുക്ക് സ്പർശിക്കാൻ കഴിയില്ല, RSSനെ ദർശിക്കാൻ കഴിയില്ല. എന്നാൽ RSS ഇല്ലേ? ഉണ്ട്. അത് നമ്മളെ ഈ വായു പോലെ നമ്മളെ പൊതിഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ എനിക്കൊന്നും ഒരിക്കലും RSSകാരനാവാൻ കഴിയുന്ന തരത്തിലുള്ള യാതൊരു ഗുണങ്ങളുമില്ല, യോഗ്യതകളുമില്ല. അതുകൊണ്ട് ഞാൻ RSSകാരനാണ് എന്ന് നിങ്ങൾ പറയരുത്. RSSന് വേണ്ടതായിട്ടുള്ള ഒരു ഗുണവും എനിക്കില്ല. ആകെയുള്ളത് ഈ രാജ്യത്തിന് നല്ലത് വരണമെന്ന് പറയുന്ന ആഗ്രഹം. അതുപോലും എൻ്റെ സ്വാർത്ഥതയാണ്. കാരണം ഈ രാഷ്ട്രം മാത്രമേ എനിക്ക് എൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു വിചാരം. ശരിടാ ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്. കാരണം ഞാനൊരു സുഖിമാനായിട്ടുള്ള സ്വാർത്ഥനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രം നിലനിന്ന് പോകേണ്ടത് എൻ്റെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രാഷ്ട്രമാണ് എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും തരുന്നത്. അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും എന്ന് പറയാൻ പറ്റില്ല, ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങളൊക്കെ നൽകുന്നത് ഈ രാഷ്ട്രമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രം അങ്ങനെ തന്നെ നിലനിന്ന് പോകേണ്ടതുണ്ട്. ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ നിഷ്ക്രിയരാക്കാൻ വേണ്ടുന്ന സംസാരം ചിലപ്പോൾ ഞാൻ നടത്തിയെന്ന് വരും. എനിക്കൊരു ഹിന്ദുപ്പറ്റുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ വർഗീയവാദിയാണ് എന്നല്ല. പകരം ഹിന്ദുപ്പറ്റുള്ള ഒരു മനുഷ്യനും മാത്രമേ ഇതര മതസ്ഥരെയും ഈ മതമില്ലാത്തവരെയും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനോഗതി ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്ന കാര്യം തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള നാസ്തികരായിട്ടുള്ള സമൂഹത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ എത്രത്തോളം പുച്ഛത്തോടു കൂടിയാണ് വിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ സമീപിക്കുന്നത്. എത്ര പരിഹാസത്തോടു കൂടിയാണ് അവർ ഈ വിശ്വാസി സമൂഹത്തെ നേരിടുന്നത്. യഥാർത്ഥത്തിൽ പോങ്ങൻ അങ്ങനെ ഒരാളല്ല. ഞാനൊരു ക്രൈസ്തവന്റെ ദൈവത്തെയോ മുസൽമാന്റെ ദൈവത്തെയോ ഹിന്ദുവിന്റെ ദൈവത്തെയോ അധിക്ഷേപിക്കുന്ന ആളല്ല. ഞാനൊരു ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ എന്തോ ഒരു ശക്തിയുണ്ട്. അത് ശാസ്ത്രമാണെന്നാണ് പറയുന്നതെങ്കിൽ ശാസ്ത്രത്തിന് പോലും തെളിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അതിനും അപ്പുറം നിൽക്കുന്ന ഒരു ശക്തിയാണെങ്കിൽ ആ ശക്തി. ഇനി നമ്മളുടെ ചിന്തകൾക്ക് പോലും ചെന്നെത്താൻ കഴിയാത്തതിലും അപ്പുറം നിൽക്കുന്ന മറ്റൊരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ദൈവമെങ്കിൽ അത് ദൈവമുണ്ടായാലും ഇല്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. ഞാൻ ദൈവത്തെ വന്ദിക്കാനും നിന്ദിക്കാനും പോകുന്നവനല്ല. കാരണം വളരെ ക്ഷണികമായിട്ടുള്ള ഒരു കാലം മാത്രം ഇവിടെ ജീവിക്കാൻ അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ ജീവിക്കാനായി വിട്ടയക്കപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും മൈത്രേയനെ പോലുള്ള ആളുകൾ ചീത്ത വിളിക്കും. വിട്ടയച്ചതല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ സംഭവിച്ചിട്ട് വളരെ ചെറിയ കാലത്ത് മാത്രം ഇവിടെ അവശേഷിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ദൈവത്തെ മാനിക്കാനും വന്ദിക്കാനും നിന്ദിക്കാനും അംഗീകരിക്കാനും ഒന്നും എനിക്ക് സമയമില്ല. ഞാൻ ദൈവത്തിൽ ഒരുവനാണ് എന്ന വിചാരത്തോടു കൂടി, എന്നിൽ തന്നെ ദൈവമുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി, ഒരു ദൈവം എൻ്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവാംശമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് സഹജീവികളോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് സഹജീവികളോടുള്ള മനോഭാവം സൂക്ഷിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ബോധ്യം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഹിന്ദുപ്പറ്റുള്ളവനാണെന്ന് പറഞ്ഞത്. എനിക്ക് ക്രൈസ്തവരോടും മുസൽമാന്മാരോടും അവിശ്വാസികളോടുമൊക്കെ ഒരേ മനോഭാവത്തോടെ അവരെ സമീപിക്കാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുക്കളെ പറ്റിക്കുന്ന ഹിന്ദുക്കളെ കാണുമ്പം ഞാൻ അവർക്ക് നേരെയും കുരയ്ക്കുന്നത്. ഹിന്ദുക്കളിലുമുണ്ട് കുഴപ്പം പിടിച്ചവർ, തനി വർഗീയവാദികൾ, ഹൈന്ദവ സുഡാപ്പികൾ, ഹിന്ദുക്കോസ്തുകൾ ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് ഹിന്ദുപ്പറ്റുള്ളവരല്ല എന്നുള്ളതാണ് സത്യം. ഹിന്ദുപ്പറ്റുണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനോബലമുള്ളവരായിരിക്കും, ഹൃദയവിശാലതയുള്ളവരായിരിക്കും. അതുകൊണ്ട് RSSകാരനല്ല പോങ്ങൻ. RSS ശക്തിയോടുകൂടി നിലനിൽക്കേണ്ടതുണ്ട്. അത് ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് ഗുണം ചെയ്യുമെന്ന് പറയുന്ന വിചാരം വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു പക്ഷ രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയമില്ല. എൻ്റെ വോട്ട് സ്ഥിരമായി ഏതെങ്കിലും ഒരു പെട്ടിയിലും വീഴാൻ പോകുന്നില്ല. ഞാൻ കുറേ കാലം ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്ത ഒരാളാണ്. തുടർന്ന് ഇനി അങ്ങോട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നിരന്തരം എൻ്റെ വോട്ട് കൊടുക്കില്ല. ഞാൻ എല്ലാവരുടെയും പ്രകടനാ പത്രിക കൃത്യമായി വായിച്ചു നോക്കും. ഞാൻ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും കൃത്യമായി നിരീക്ഷിക്കും. അവരുടെ പ്രസ്താവനകൾ ഓരോ സമയത്തും നടത്തുന്നത് ഞാൻ ഓർത്തിരിക്കും. അവരുടെ സത്യസന്ധതയെ ഞാൻ വിലയിരുത്തിക്കൊണ്ടിരിക്കും. അവരുടെ പൊതുജന സേവന ആസക്തിയെ ഞാൻ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കും.
എനിക്ക് ശരി എന്ന് തോന്നുന്ന പ്രസ്ഥാനത്തിന് ഞാൻ വോട്ട് കൊടുക്കും. ആ പ്രസ്ഥാനമായിരിക്കും ഈ സമൂഹത്തിന് ഗുണം ചെയ്യുക എന്ന് പറയുന്ന ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായാൽ മാത്രം മതി. എനിക്ക് ഒരു മതത്തോടും പ്രത്യേകിച്ച് വിധേയത്വമില്ല. ഞാൻ ഒരു മതത്തെയും പരിഹസിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ പൊതുസമൂഹത്തെ മതകാര്യം കൊണ്ട് സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ വരുന്നവന്മാരെ ഈ പോങ്ങൻ തുണി പൊക്കി കാണിക്കും. അത് ആരായാലും, ഏത് മതസ്ഥനായാലും. ഈ സമൂഹം നമുക്കെല്ലാവർക്കുമുള്ളതാണ്. മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും. അതാണ് എൻ്റെ ഒരു ചിന്താഗതി. ഞാൻ അതനുസരിച്ചേ പോകൂ. അതുകൊണ്ട് നിങ്ങൾ എന്നെ വർഗീയവാദി എന്ന് വിളിച്ചാൽ എനിക്കൊരു കോപ്പുമില്ല. നിങ്ങൾ എന്നെ RSSകാരൻ എന്ന് വിളിച്ചാൽ ഞാൻ നിഷേധിക്കും. കാരണം RSS ആവാനുള്ള യോഗ്യത എനിക്കില്ലാത്തതുകൊണ്ട്. ഞാൻ RSSകാരനാണ് എന്ന് പറയുന്നത് ആ സംഘടനയ്ക്ക് നാണക്കേടായതുകൊണ്ട് ഞാനത് പറയില്ല. RSS ആണെന്ന് ഞാൻ സമ്മതിക്കില്ല. പക്ഷെ RSSകാർ ഈ രാഷ്ട്രത്തിന് ഗുണമുള്ളവരാണ് എന്നുള്ളത് ഞാൻ സമ്മതിക്കും. അതാണ് സത്യം. പിന്നെ ഞാനിവിടെ വർത്തമാനങ്ങൾ പറയുന്നത് ആളുകളുടെ മുന്നിൽ ഒരു സോപ്പിടൽ നടത്തി ആൾക്കാരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടല്ല. എനിക്കെൻ്റെ ശരികൾ എൻ്റെ സഹജീവികളോട് പങ്കിടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് സംസാരിക്കുന്നവനല്ല. എനിക്ക് പണത്തിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തെണ്ടാൻ അറിയാം. എനിക്ക് ആരെങ്കിലുമൊക്കെ തന്നോളും. ഞാൻ അതുകൊണ്ട് ജീവിക്കും. അതല്ലാതെ എൻ്റെ നാക്ക് ഞാൻ വ്യഭിചരിക്കാൻ വിട്ടുകൊടുക്കില്ല. പണം പറ്റിയിട്ട് ഞാൻ എൻ്റെ നാക്ക് ആർക്കും കൊടുക്കില്ല. എൻ്റെ ശരികൾ പറയാനുള്ളതാണ്, എൻ്റെ ബോധ്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ളതാണ് എനിക്കെൻ്റെ നാക്ക്. അതുകൊണ്ട് എന്നെ വർഗീയവാദി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകുന്നവർ പൊയ്ക്കോളുക. രാവിലെ എൻ്റെ വയറ്റിൽ നിന്ന് പോകുന്ന അപ്പിക്ക് തുല്യമായിട്ട് മാത്രമേ ഞാൻ അങ്ങനെയുള്ളവരെ കാണുകയുള്ളൂ. എന്നെ വിമർശിക്കാം, എന്നെ തിരുത്താൻ നോക്കാം, എന്നോട് വിയോജിക്കാം, ഒക്കെ നല്ലതാണ്. ഞാൻ അങ്ങനെ ആൾക്കൂട്ടത്തെ ചേർത്ത് നിർത്താൻ വേണ്ടി, അതുകൊണ്ട് വളരാൻ വേണ്ടി, ഇതെൻ്റെ അരിയല്ല, ഇതെനിക്ക് അരിമാർഗമല്ല. അതിനെന്നെ സഹായിക്കാൻ എൻ്റെ ഈ ചാനൽ ജോയിൻ ചെയ്ത മനുഷ്യരുണ്ട്, സദ്ബുദ്ധരായിട്ടുള്ള ആളുകളുണ്ട്. അവരാണ് എന്നെ പോറ്റുന്നത്, അവരാണ് എൻ്റെ പോറ്റിമാർ. അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വതന്ത്രമായ ബുദ്ധിയോടുകൂടി എനിക്കിവിടെ സംസാരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. ആ സ്വാതന്ത്ര്യം ഞാൻ വിനിയോഗിക്കും. കാരണം ഞാൻ അരി വാങ്ങാനല്ല ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൃത്തിയുള്ള സമൂഹത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹം വെച്ച് പുലർത്തുന്ന ഒരാൾ എൻ്റെ വൃത്തിബോധത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹജീവികളുടെ മുന്നിൽ പങ്കിടുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും ചെയ്യും. പോകേണ്ടവർക്ക് പോകാം. അതിലിപ്പോൾ എന്താ തെറ്റിരിക്കുന്നത്? വരുന്നത് നല്ലതാണ്, സന്തോഷം നൽകുന്ന കാര്യമാണ്. ആരും പോവാതിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് എന്ന് കരുതിക്കൊണ്ട് പോകുന്നവർ പോട്ടെ. എന്തെല്ലാം നഷ്ടങ്ങൾ നമ്മൾ സഹിക്കുന്നു. നേടാൻ വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനല്ല ഞാനൊരു നല്ല പോങ്ങനാണ്, ലക്ഷണമൊത്ത പോങ്ങനാണ്. അതുകൊണ്ട് കൂട്ടുവെട്ടി പോകുന്നവരങ്ങ് പൊക്കോളുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. വേറെ വിശേഷമൊന്നുമില്ല. ഇതല്ല പറയാൻ വന്നത്, വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരുമാതിരി ആക്കിയതുപോലെ അങ്ങ് പറഞ്ഞിട്ട് പോയപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ടല്ലോ. അതിനുവേണ്ടി വന്നതാണ്. പിന്നെ മാത്രമല്ല, എനിക്ക് അങ്ങനെ ഇരുന്ന് അത്രയും കണ്ട് എഡിറ്റ് ചെയ്യാനും സാധിക്കില്ല. എൻ്റെ കണ്ണിന് പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു ചപ്ലാച്ചി അടിച്ച് ഉള്ളിലുള്ളതങ്ങ് പറഞ്ഞ് പങ്കിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത്ര മാത്രമേ ഉള്ളൂ. നാളെ കാണാം. സന്തോഷം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സ്നേഹം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. എന്നെ വർഗീയവാദി എന്ന് വിളിക്കുമ്പോൾ ഞാനൊരു ദൈവത്തിൻ്റെ സുഹൃത്ത് മാത്രമായിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ ദൈവത്തിൻ്റെ ഒരു അംശമാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ് കേട്ടോ. ഞാൻ മാത്രം എന്നല്ല, നമ്മളെല്ലാവരും, നമ്മളിലാണ് ദൈവമുള്ളത്. അത് മാത്രമേ ഉള്ളൂ. ഇന്നലെ സുഭാഷ് ചന്ദ്രൻ, മനുഷ്യൻ്റെ ആമുഖം എഴുതിയ സുഭാഷ് ചന്ദ്രൻ ദൈവത്തെക്കുറിച്ചൊരു സാഹിത്യം തട്ടിയായിരുന്നു. അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയണമെന്നുണ്ട്. അതിപ്പോഴല്ല, പിന്നെ. സ്നേഹം, സന്തോഷം. I got plenty bands.